ഹാപ്പി വിഷുവൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവൂല്ലേ. അപ്പം നമ്മളും കുറച്ചൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പം ദേ വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളോട്ട് നമുക്ക് ഈ വീഡിയോ വരാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമുക്ക് ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. അപ്പം ഇത്തവണ എന്നെ ആദിത്യനും മീനാക്ഷിയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ വിഷുവിൽ. അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യാൻ ആ ഭാഗത്തേക്കേ വരാറില്ല. ഇന്ന് ആദിത്യ ദേ വിളക്കൊക്കെ തേച്ച് ഉരുളിയൊക്കെ തേച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. മീനാക്ഷി ആണെങ്കിൽ പൂജാമുറി തുടയ്ക്കലും പിടിക്കലൊക്കെ ആയിട്ട് അവളും ഹെൽപ്പ് ചെയ്തു കേട്ടോ. ദേ ഇവിടെ നമ്മൾ വിളക്ക് എഴുതാൻ എത്തുമ്പോഴേക്കും നമ്മുടെ റൂബിക്കുട്ടൻ ഇവിടെ വരും. ദേ പിന്നെ ആ വെള്ളത്തിൽ കിടക്കണം അവൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പശുവിനെ കാണുമ്പോൾ പശുവിൻ്റെ മെക്കെട്ടുകാരിലാണ് ഇവളുടെ പ്രധാന ഹോബി. രണ്ടുപേരും കൂടിയും ഭയങ്കര കുറച്ച് പേടിപ്പിക്കുക. സാധാരണ പട്ടികൾക്ക് വെള്ളം കാണുമ്പോൾ പേടിയാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ നമ്മുടെ റൂബിക്ക് ഒരു പേടിയില്ല. വെള്ളം കാണുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കൽ തന്നെയാണ് അവളുടെ പണി. പിന്നെ ദേ ഈ പശുവിൻ്റെ മെക്കെട്ടും കോഴിയുടെ മെക്കെട്ടും എല്ലാവരുടെ മെക്കെട്ടും കയറുമ്പോൾ അവളുടെ കിടപ്പ് കണ്ടില്ലേ, അതിൻ്റെ ആ പുല്ലിൻ്റെ ഇടയിൽ എന്താ സുഖം. വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മലർന്നങ്ങോട്ട് കിടന്നോളൂ. ിട്ടുള്ളത് കൃഷ്ണനെ നമുക്കൊന്ന് വൃത്തിയാക്കണ്ടേ. നമ്മളൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പൂജാമുറിയിലെ ഫോട്ടോസും ഒക്കെ തുടച്ചിട്ടുണ്ട്. ഇനി പിന്നെ ദേ പൂജാമുറിയുടെ നിലം അത് മീനാക്ഷി ഏറ്റെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദേ പുറത്തെ സിറ്റ് ഔട്ട് കഴുക തന്നെ വേണം, തുടയ്ക്കാനൊന്നും പറ്റുന്നില്ല, നല്ല പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ മിക്ക ദിവസവും വെള്ളം ഒഴിച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്യണം. അപ്പോൾ വൈപ്പ് ചെയ്യേണ്ട പണിയൊക്കെ ദേ മീനാക്ഷി ആദ്യത്തിനും കൂടി. ഇനി നമുക്ക് വിഷുവിന് ആവശ്യമായിട്ടുള്ള ചക്ക വെട്ടണം. ചക്ക ഉമ്മർത്തല്ലേ താഴെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെട്ടാൻ പറഞ്ഞതിനാണ് ആദ്യം. എനിക്കൊന്നും വയ്യാന്നൊക്കെ കുറേ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തന്നു ഭാഗ്യം. അങ്ങനെ ഈ വിഷുവിൻ്റെ ചക്കയും വെട്ടിയിട്ടുണ്ട്. അടുത്തൊരു സംഭവം നമ്മൾ മറന്നുപോയി. അമ്മ പറഞ്ഞപ്പോഴാലോചിച്ചു, അയ്യോ വിഷുവിൻ്റെ മെയിൻ സംഭവം നമ്മുടെ കണിക്കൊന്ന അത് പറിച്ചിട്ടില്ല. അപ്പോൾ ദേ ആദിത്യനോട് പറഞ്ഞപ്പോൾ ഏഴൊക്കെ എടുത്തോണ്ട് വന്ന് ദേ ആദിത്യൻ കണിക്കൊന്നയൊക്കെ പറിച്ചിട്ടുണ്ട്. ആദിത്യൻ്റെ അല്ല പറിച്ചത്, മീനാക്ഷിയാണ് പറിച്ചേട്ടാ. ആദിത്യന് പേടി. അപ്പോൾ മീനാക്ഷി ആണെങ്കിൽ ഏറ്റവും പൊക്കത്ത് വരെ മരം കയറിയാണ്. അവൾ ദേ കയറി പൊട്ടിച്ചിട്ടുണ്ട്. കുറേ കണിക്കൊന്ന കിട്ടി. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കണിക്കൊന്ന ഒന്നും ഉണ്ടാവില്ല, പറഞ്ഞു ഇങ്ങനെ കൊഴിഞ്ഞു പോയി. മിക്കതും കൊഴിഞ്ഞു പോയി, നിറച്ചുണ്ടായിരുന്നു. പക്ഷേ അതേ നമുക്ക് ഇഷ്ടം പോലെ കണിക്കൊന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറിച്ചു വന്നപ്പോഴാണ് ഇത്ര വരുത്തുണ്ടായിരുന്നു. അങ്ങനെ കുറേ കണിക്കൊന്നയും പറിച്ച് അപ്പോൾ വിഷുവിൻ്റെ ഏകദേശ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ ഏകദേശ സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിഷുക്കണിയോടെ ഒരുക്കണം. അതിന് മുമ്പ് ദേ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പടക്കം പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തറവാട്ടിലാണ് പടക്കം പൊട്ടിക്കൽ. അവിടെ ജാനും ഇച്ചും വന്ദനയും കുട്ടനും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതേ നമ്മൾ കൂട്ടി വെച്ച കണിയുടെ ഒരുക്കങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതൊന്ന് കണി അങ്ങോട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഇതേ വലിയ റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞൊടിക്കുമ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ കണിയൊക്കെ സെറ്റായിരിക്കണം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. പിന്നെ ഞാനത് വെറുതെ സ്റ്റോറി ആയിട്ട് ഇട്ടുമെന്ന് മാത്രം. അപ്പോൾ പിറ്റേ ദിവസം കണിയൊക്കെ ഒരുക്കി വെച്ചതേ പിറ്റേ ദിവസം കാലത്ത് ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ കണി കണ്ടു കേട്ടോ. അനുവേട്ടനാണ് സത്യം പറഞ്ഞാൽ ഈ വിളക്കൊക്കെ കൊളുത്തി ഞങ്ങളെ 3 പേരെയും കണി കാണിക്കണത്. അനുവേട്ടനാണ്, ഞാനല്ല കേട്ടോ. അപ്പോൾ അനുവേട്ടൻ കാലത്ത് തന്നെ ഇരിക്കുന്ന ആളാണ്, മോർണിംഗ് പേഴ്സണാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ കാലത്ത് തന്നെ എനിക്ക് വിളക്കൊക്കെ കൊളുത്തി ഞങ്ങളെ 3 പേരെയും വിളിച്ചെഴുതിച്ച് കണിയൊക്കെ കണ്ടു.
അത് കഴിഞ്ഞ് പിന്നെ എന്ത് ഞങ്ങൾ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടിയും പോയി തറവാട്ടിലും പോയി അവിടുത്തെ എല്ലാ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞു. തലേ ദിവസത്തെ പടക്കം പൊട്ടിക്കലോട് കൂടി എനിക്ക് നല്ല തൊണ്ടവേദനയായി, കോൾഡായി. ഒരു രക്ഷയില്ലാത്ത പുകയാണ് കേട്ടോ ഈ പടക്കത്തിന്. എന്തുട്ടാ പുക മാത്രമേ ഉള്ളൂ. ഈ പുകയില്ലാത്ത പടക്കം അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോയി എൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര കോൾഡൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങൾ നേരെ കോൺകുന്നിൽ പോയി. അവിടെ ചെന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൈനീട്ടം കൊടുക്കണ ചടങ്ങിലേക്ക് കിടക്കും. ഇഷ്ടംപോലെ ആൾക്കാരായ കാരണം അച്ഛനാണ് മൂത്ത ചേട്ടനായത് കാരണവും എല്ലാ ആൾക്കാരും നമ്മുടെ വീട്ടിലേക്ക് വരും കേട്ടോ വിഷ് കൈനീട്ടം മേടിക്കാനും. പിന്നെ ഞങ്ങൾക്കൊക്കെ വിഷ് കൈനീട്ടം കിട്ടും. അച്ഛനാണെങ്കിൽ വിഷ് കൈനീട്ടം എല്ലാവർക്കും കൊടുക്കുകയും വേണം. അപ്പം വിഷ് കൈനീട്ടം കൊടുക്കണ പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഗ്രീഷ്മയും ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അവർക്കൊക്കെ വിഷ് കൈനീട്ടം കൊടുത്തു. പിന്നെ അങ്ങനെ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വന്ന് വിഷ് കൈനീട്ടം മേടിക്കുക. എന്നിട്ട് വിഷ് കൈനീട്ടം ഞങ്ങൾക്കൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ ചെറുതാണല്ലോ, അച്ഛൻ മൂത്തതായ കാരണം അച്ഛൻ എല്ലാവർക്കും കൊടുക്കും. ഞങ്ങൾക്കൊക്കെ എനിക്കും അനുപേട്ടനും പിള്ളേർക്കും ഒക്കെ വിഷ് കൈനീട്ടം കിട്ടുകയും ചെയ്യും കേട്ടോ. അമ്മായിമാരും അമ്മാവന്മാരും അങ്ങനെ എല്ലാവരും വന്നിട്ട് നമുക്ക് വിഷ് കൈനീട്ടം തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ തൊട്ടടുത്തുള്ള ശ്യാമങ്ങളുടെ ഒക്കെ വീട്ടിൽ പോയി ഞങ്ങളും വിഷ് കൈനീട്ടം മേടിക്കും. ആ വിഷ് കൈനീട്ടം മേടിക്കുക പോലെ ഒരു രസമാട്ടോ. പണ്ടും അതെ, ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടാണ്. അച്ഛൻ്റെ വീട്ടിലും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് ഇതേമാതിരി അടുത്തുള്ള അമ്മാവൻ്റെ വീട്ടിലും ഒക്കെ പോയിട്ട് നമ്മൾ വിഷ് കൈനീട്ടം മേടിക്കും. അത് ചെന്നില്ലെങ്കിൽ അവർക്ക് വിഷമമാവും കേട്ടോ. ശരിക്കും അങ്ങനെയാണ് കേട്ടോ. കുറച്ച് പ്രായമായ അമ്മാവന്മാരും അമ്മായിമാരും അങ്ങനെ അവരൊക്കെ വിചാരിക്കുക നമ്മളെന്താ വിഷ് കൈനീട്ടം, അവരെന്താ വിഷ് കൈനീട്ടം മേടിക്കാൻ വരാഞ്ഞേ, അങ്ങനെയാണ് ചിന്തിക്കുക. അവർ ഇതിന് വേണ്ടി വന്നു എന്ന് ഒരാൾ പോലും ചിന്തിക്കില്ല. വിഷ് കൈനീട്ടം മേടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണത്. അപ്പോൾ അവർ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ, ഒരു ആഘോഷത്തിൻ്റെ ദിവസം നമ്മൾ അവരുടെ അടുത്തേക്ക് അവരെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. 10 രൂപയെങ്കിൽ 10 രൂപ നമുക്ക് വിഷ് കൈനീട്ടം. എന്റെ ചേട്ടന്റെ കുറെ കൊല്ലങ്ങൾ കൂടി മേടിക്കാൻ പറ്റും. അടുത്ത വർഷം എല്ലാവിധ നന്മകളും നിറഞ്ഞതാവട്ടെ. അടുത്ത വർഷം എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഫോട്ടോ എടുക്കണം നമ്മുടെ മരുമോനാണ്. അമ്മ ഫോൺ വിളിച്ച എവിടെ അപ്പൊ എല്ലാവർക്കും ശരി. ഓക്കെ, ഹാപ്പി വിഷു. അടുത്ത വർഷം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. മൈ ബ്രദർ. ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഹാപ്പി വിഷു. അടുത്ത വർഷം എല്ലാ നന്മകളും നിറഞ്ഞാവട്ടെ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി നമ്മുടെ ചുരുക്കി എല്ലാ നന്മകളും കേട്ടോ. ശരി, ശരിക്കെടുത്തോ, ശരിക്കെടുത്തോ. അതിന്റെ കൂടുതൽ ടോപ്പ് കൂടി വേണം. എല്ലാ നന്മകളും കേട്ടോ. മറ്റുള്ള അതെ
എടുത്തില്ലേ മാധവി ഏറ്റവും പ്രധാനപ്പെട്ട ആള് എല്ലാ നന്മകളും കേട്ടാ. കഴിഞ്ഞ അമ്പ്യമ്മയ്ക്ക് കൊടുത്താ തിരിച്ചെന്നോളൂ ദയവായി അയ്യോ അടുത്താള് അശ്വര താഴെ മോള് ചേച്ചിയുടെ അല്ലേ നല്ല ഓർമ്മകളിൽ കൂടെ യെസ് എല്ലാവരും എടുത്തട്ടെ. പറഞ്ഞോ ഹാപ്പി വിഷു ഓക്കെ അല്ല ഒരു മിനിറ്റ് എടുത്തോളൂ. അടുത്ത വർഷം എല്ലാ എന്താ പറയാ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഓക്കെ അടുത്ത വർഷം എല്ലാ നന്മകളും. ഇതൊക്കെയല്ലേ ഉള്ളു ബാക്കി നമ്മളെന്താ അല്ലേ 2 ദിവസം പറയും നമ്മളെ പറ്റി. കേട്ടാ ശരി ഇപ്പൊ ഇവർക്ക് പോകണ്ട കാരണം അപ്പൊ അങ്ങനെ വിഷ് കൈനീട്ടൊക്കെ കൊടുത്തും വാങ്ങിച്ചും അങ്ങനെ സന്തോഷായിട്ട് എല്ലാരും ദേ വീട്ടിലേക്ക് പോവാണ്. ഇനി സദ്യയൊക്കെ അവനവന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് ഉണ്ടാക്കിയത് സദ്യയും പിന്നെ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത്. സാധാരണ പഴം പായസമാണ് ഉണ്ടാക്കാറെങ്കിലും ഇപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കിയത് പരിപ്പ് പായസമാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് പായസമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സദ്യ കഴിക്കണതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഞാനും അച്ഛനും അമ്മയും അനുവേട്ടനും മീനാക്ഷി മാറ്റിനും ഒക്കെ കൂടി നിന്ന് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് സദ്യ കൊണ്ട് ആ കറക്റ്റ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോൾ ഗ്രീഷ്മ വന്നിട്ടുണ്ടായി. അപ്പോൾ ഗ്രീഷ്മയാണ് കേട്ടോ ഈ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു തന്നത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പിയായി സദ്യ കൊണ്ട് കുറച്ച് നേരം മയക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായി കേട്ടോ. കൊടക്കേപ്പറമ്പിൽ ഇന്ന് പ്രദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മമായും അമ്പ്യമ്മായും ഞാനും കൂടി കൊടക്കേപ്പറമ്പിൽ അമ്പലത്തിലൊക്കെ പോയി പ്രദോഷമൊക്കെ തൊഴുത് അങ്ങനെ ഹാപ്പി ആയിട്ട് വിഷു ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്